ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോർവിച്ച് സിറ്റിയിലെ ഹാലോവീൻ നൈറ്റ് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. സിറ്റി ഫുൾ ഓണാണ് ഗൈസ്. ഇന്ന് നൈറ്റ് ഫുള്ള് ഇവിടുത്തുകാർക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. അവരിങ്ങനെ നടന്ന് എൻജോയ് ചെയ്യും. ഓരോ പബ്ബുകളായിട്ട് കയറി, ഓരോ എന്താണ് പറയുന്നത് ക്ലബ്ബുകളിൽ കയറി ഇങ്ങനെ നടന്ന് ഇന്ന് നമ്മൾ 3 പേരോടാണ് ഇപ്പോൾ പോകുന്നത്. ഇത് കൂടാതെ നമ്മളോട് 2 പേരും 3 2 5 പേരോടെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് നമുക്കിത് കറങ്ങി നടന്ന് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹാലോവീൻ എന്ന് നോക്കാം. നല്ല തണുപ്പാണ്, പക്ഷെ തണുപ്പൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇന്ന് എന്താണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളൊരു നാട്ടിൽ വന്നാൽ ആ നാട്ടിൽ എന്ത് ഇവൻ്റാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പരിപാടിയാണോ നടക്കുന്നത്, നമ്മൾ അതിൻ്റെ ഭാഗമാകണം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ആയിരിക്കും. നമുക്കിവിടെ വരാനൊരു ഭാഗ്യം കിട്ടി, അപ്പം നമ്മളിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. അല്ല തണുപ്പാണ്, മഴയാണ്, രാത്രിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തി പിടിച്ചിരുന്ന ഈ ഒരു രസമൊന്നും നമുക്ക് കിട്ടൂല. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മൾ കാർട്ടൂണിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ വിച്ചസ്, പ്രേതങ്ങൾ, പിന്നെ സോംബീസ്, അങ്ങനെ ഒരുപാട് പേര് ഓരോ കോസ്റ്റ്യൂംസിൽ. പിന്നെ നമ്മുടെ തൊട്ടുപുറകെ കൂടെ ഒരു മെജീഷ്യനൊക്കെ പോകുന്നു. ഫുള്ള് ക്രൗഡഡ് ആണ് ഗൈസ്. ഓരോ കോസ്റ്റ്യൂമിലെ ആൾക്കാർ ഫുള്ളി ക്രൗഡഡ്. നമ്മൾ അപ്പോൾ ഈ ഒരു സിറ്റിയുടെ ഒരു ഭാഗത്തൂടെ നടന്നു പോവാണ്. അപ്പോൾ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ തന്നെ കാണാം, നമ്മുടെ എല്ലാ ചുറ്റും ആൾക്കാർ ഓരോ കോസ്റ്റ്യൂമിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളാ ക്രൗഡിനകത്തോട് ഇങ്ങനെ നടക്കുവാണ്. നമുക്കറിയത്തില്ല ഇനി ഫോൺ ആര് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നൊക്കെ ഉള്ളത് ഭയങ്കര ഡൗട്ടാണ്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത പുതിയൊരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം. നമ്മളിങ്ങനെ ഓരോ പബ്ബിൻ്റെ, ഇതൊരു പബ്ബാണ്, ഈ പബ്ബിനകത്ത് ഇങ്ങനെ ഓരോ പബ്ബിനകത്തും ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പബ്ബിലൂടെ ഇങ്ങനെ നടന്നു പോവാം. Cops are there. അത് കഴിഞ്ഞോണ്ട് മാരിയോ ബ്രദേഴ്സ് പോകുന്നുണ്ട്. മാരിയോ ലുഗിയൊക്കെ പോകുന്നു. അങ്ങനെ നമ്മളും ഒരു പബ്ബിലോട്ട് കയറാൻ പോവാണ്. പബ്ബ് എങ്ങനെയുണ്ട് ഇന്നത്തേന്ന് നമുക്ക് അകത്ത് കയറി നോക്കാം. അങ്ങനെ ഗായ്സ്, ഞങ്ങളെല്ലാം കൂടി ഇവിടുത്തെ ഒരു ക്ലബിലോട്ട് പോവാണ്. അപ്പോൾ തെള്ളും അടിയിടിയും ഓളമൊക്കെയാണ് ഇവിടെ എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. മലയാളിയാണോ? മലയാളി. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മലയാളിയെ കിട്ടി ഗായ്സ്. മലയാളി. ഞാനിവിടെ മലയാളത്തിൽ വ്ളോഗ് എടുക്കുന്ന കണ്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു മലയാളിയാണോ, നാട്ടിലെവിടെയെന്ന്. പക്ഷെ പുള്ളി ഇവിടെ ബോണാൻ ബോട്ടൊക്കെ വിടാൻ തോന്നുന്നു. അങ്ങനെയുള്ള ഒരു മലയാളമായിരുന്നു, മറ്റേ ഡബ്ഡ് മലയാളം പോലൊരു മലയാളം. അങ്ങനെ നമ്മള് പോവാണ് ഗായ്സ്. നമ്മളിവിടെ ആരൊക്കെയാണ് ഗായ്സ്? പ്രീത ചേച്ചി ഫസ്റ്റ് ടൈമാണ് ഹാലോവീൻ എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് ഗായ്സ്? ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രീത ചേച്ചിക്ക് വഴി വെച്ചൊരു ഫ്രണ്ട്സിനെ കിട്ടി ഗായ്സ്. ഇനി അവരായി അവരുടെ പാടായി തിരിച്ചു വന്നാലായി. എന്തായാലും വരുമോ നോക്കാം. വന്നില്ലെങ്കിൽ ഈ സുന്ദരനും സുഗമനുമായ ഈ ഒരു ചെറുപ്പക്കാരന് പുതിയൊരു ഭാര്യ വേണം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഗായ്സ്. നമ്മുടെ ചുറ്റും പല കോസ്റ്റ്യൂമിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പറ്റിപ്പോയത് നമ്മുടെ 1-2 സുഹൃത്തുക്കളെ നമുക്ക് മിസ്സായി. ഇവിടെ ഏതോ വലിയ ക്ലബ്ബ് കണ്ട് അതിനകത്തോട്ട് കയറിപ്പോയി, പക്ഷെ നമുക്ക് അവരെ മിസ്സായി. അങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് അലാവുദ്ദീനും അത്ഭുത വിളക്കും. ക്ലബിനകത്ത് നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി. ഇവിടെ പുറകിൽ ആൾക്കാർ പോലീസുമായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കി നടക്കുന്നു. ഭയങ്കര തിരക്കാണ് ഗായ്സ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുള്ള് തിരക്ക്. ഇവിടെ ഉണ്ട് ക്രമസമാധാനം പാലിപ്പിക്കാൻ പോലീസൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. ഇവിടെ ബെറിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് വിച്ചും ബെറിയൊക്കെ നിൽക്കുന്നു. ഞാൻ ഇപ്പുറത്ത് കണ്ട് വേറൊരു ബെറിയാണോ എന്ത് സാധനമാണോ തമ്പുരാനറിയാം. അല്ല, ഐസക് ന്യൂട്ടനും ഐൻസ്റ്റീനും ഒക്കെ നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് VIP ക്ലബിൻ്റെ അവിടെ പോകണം. അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ പോക്കറ്റും ഫോണും ഒക്കെ ഏത് നിമിഷവും അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം.
നമ്മൾ കണ്ട് റോഡൊക്കെ കുറുക്കിയായി അടുത്ത ക്ലബിലോട്ട് പോവാണ്. ഇവിടെ എല്ലാം ID പ്രൂഫ് ചോദിക്കും. നമുക്കപ്പോൾ ID പ്രൂഫ് ഒക്കെ കൊടുത്തിട്ട് പോവാം. നമ്മൾ വേണ്ടി ഇതിനകത്ത് നേരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് VIP ക്ലബിലാണ്. ഞങ്ങൾ ആ ക്ലബിൽ നിന്ന് ഇറങ്ങി ഇനി വേറെ വല്ല ക്ലബിലും പോകണം. ഇവിടെ ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്ന കാര്യം. ഇതിപ്പോ വേറെ ഏതോ യൂണിവേഴ്സിൽ എത്തി നിൽക്കുന്ന ഒരു ഫീലാ. എന്തോ സംഭവിക്കുന്ന കാര്യം. അവർ തമ്മിൽ എന്തോ സംഭവിക്കുന്ന കാര്യം. എന്താ ഗായ്സ് ഞങ്ങള് അങ്ങനെ ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് പോവാണ് ഗായ്സ്. ഇവിടെ ഫുൾ എന്തൊക്കെയോ സാധനങ്ങളാണ്. സൈഡ് മുഴുവൻ വേണ്ടി ആൾക്കാരെല്ലാം ഈ ക്ലബിൽ കയറാൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ ക്യൂ തെറ്റിച്ച് ഗായ്സ്. ബാഡ് പീപ്പിൾ ഗായ്സ്. അകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി ഗായ്സ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം പബ്ബുകളിലൊക്കെ കയറി. പക്ഷെ പബ്ബിനകത്ത് പല പബ്ബുകളിലും നമുക്ക് ക്യാമറയൊന്നും വിശ്വസിച്ച് വെളിയിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ആരെപ്പോഴും എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സേഫായിട്ട് നമ്മൾ പിടിച്ച് കയറി ഇങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മളിപ്പം വീണ്ടും സിറ്റിക്കകത്ത് വഴി ഇങ്ങനെ നടക്കുക. പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഈ വിഷ്വൽസ് ഒക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ നമുക്കതിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഇനിയും റിവർ സൈഡ് എന്ന് പറയുന്ന ആ സ്ഥലത്തോട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഇത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും വളരെ നന്നായിട്ട് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പം തണുപ്പാണ്, ഇരുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ ഇവിടുത്തെ ഇവരുടെ ഈ ഒരു ഫെസ്റ്റിവൽ നമുക്ക് ഒരിക്കലും ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ അതിലൊരു പരിധി വരെ എനിക്ക് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. കാര്യം നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ലിറ്ററലി സത്യം പറഞ്ഞാൽ നമുക്കിവിടെ സേഫ് അല്ല. ഏത് സമയത്താണ് ആരാണ് നമ്മുടെ ഫോൺ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് പറ്റുന്ന രീതിയിൽ ഫോണൊക്കെ സേഫാക്കി വെച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നോ അത്രയും എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ഇതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മളോട് വേണം.